നമസ്കാരം. പാകിസ്ഥാനിൽ ഇന്നലെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ സ്ഫോടന പരമ്പരകളിൽ മരണസംഖ്യ ഉയരുകയാണ്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടനുസരിച്ച് മരണസംഖ്യ 25 ആയിട്ടുണ്ട്. മരിച്ചവരുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. സ്ഫോടനങ്ങൾ നടന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസും സൈന്യവും ചേർന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായിട്ടാണ് സൂചന. ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വാ പ്രവിശ്യയിലുമാണ് സ്ഫോടനങ്ങൾ നടന്നത്. ബലൂചിസ്ഥാനിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിന് തൊട്ട് പിന്നാലെയാണ് ശക്തമായ തോതിലുള്ള ആക്രമണം ഇവിടെ നടന്നത്. സ്ഫോടനത്തിലാണ് ഏറ്റവും അധികം പേർ കൊല്ലപ്പെട്ടത്. ഏതാണ്ട് 14 പേർ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് പഖ്തൂൺഖ്വാ പ്രവിശ്യയിൽ അവിടുത്തെ സൈന്യത്തിൻ്റെ അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ വാഹന വ്യൂഹത്തിന് നേർക്ക് ചാവേർ ആക്രമണമാണ് ഉണ്ടായത്. ഇവരുടെ വാഹന വ്യൂഹത്തിലേക്ക് ഒരു വണ്ടി ഇടിച്ചു കയറ്റുകയായിരുന്നു. അങ്ങനെയാണ് 5 പേർ കൊല്ലപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇവിടേക്ക് വീണ്ടും ആക്രമിക്കാനായി എത്തിയ ചാവേറുകളെ വധിച്ചതായും ഇവർ ഏതാണ്ട് 5 പേരോളം കൊല്ലപ്പെട്ടതായിട്ടുമാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും സമൃദ്ധമായ പ്രവിശ്യയാണ്, ഏറ്റവും സമ്പന്നമായ പ്രവിശ്യ എന്ന് പറയാം. ഏറ്റവും അധികം ധാതുക്കളും മറ്റും ലഭ്യമായ ഒരു മേഖലയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും ജീവിത നിലവാരം കുറഞ്ഞ നിലയിലുള്ള ആളുകൾ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടുത്തുകാർ ആരോപിക്കുന്നത് തങ്ങളുടെ നാടിൻ്റെ എല്ലാ വിഭവങ്ങളും മറ്റു നാട്ടുകാർ വന്ന് കൊണ്ടുപോകുന്നു എന്നാണ്. ചൈന ഇവിടെ ഒരു വലിയൊരു റോഡ് നിർമ്മിക്കുന്നുണ്ട്. പലപ്പോഴും ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബലൂചിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ശക്തമായ തോതിലാണ് പാക് സർക്കാരിനെതിരെ നിരന്തരമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളെ ഇവർ നിരന്തരമായി അവഗണിക്കുകയാണ് എന്നും അതേസമയം ബലൂചിസ്ഥാൻ്റെ എല്ലാവിധ പ്രകൃതി വിഭവങ്ങളും സമർത്ഥമായി ചൂഷണം ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നുമാണ് അവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഏറ്റവും അധികം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന മേഖലയും ബലൂചിസ്ഥാൻ തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷം മാത്രം, അതായത് 2024 മാത്രം ഏതാണ്ട് 800ഓളം പേർ ഇവിടെ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അത് എല്ലാം തന്നെ കൂടുതലും വലിയ സ്ഫോടനങ്ങളിലാണ് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ എല്ലാ സ്ഫോടനങ്ങളുടെയും ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം പ്രാദേശിക തീവ്രവാദ സംഘടനകൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ സർക്കാർ ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഈ പ്രവിശ്യകളൊക്കെ തന്നെ എല്ലാ കാലത്തും ആക്രമണങ്ങൾ കൊണ്ട് രക്തരൂഷിതമായൊരവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഇവിടെ കൂടുതൽ സൈന്യത്തെ നിയോഗിക്കാൻ പാകിസ്ഥാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എത്തുന്ന സൈനികരും ജനങ്ങളെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ പിന്നോട്ടല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിരന്തരമായി ജനങ്ങളും ഈ പട്ടാളവും തമ്മിൽ അല്ലെങ്കിൽ അർദ്ധസൈനിക വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ഇവിടെ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇവിടെ തീവ്രവാദ സംഘടനകളുടെ എണ്ണം വർദ്ധിക്കുകയും ശക്തമായ തോതിലുള്ള സ്ഫോടന പരമ്പരകളും മറ്റും ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നിരന്തരമായി അരങ്ങേറുന്നത്. നമുക്കെല്ലാം ഓർമ്മയുള്ളത്, കുറേ കാലം മുമ്പ് ഒരു ട്രെയിൻ തന്നെ ബലൂചിസ്ഥാനിലെ തീവ്രവാദ സംഘടനക്കാർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ശരിക്കും വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് അന്ന് അനുഭവിച്ചിരുന്നത്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഒടുവിൽ ഈ ട്രെയിനിനെ തന്നെ മോചിപ്പിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ബലൂചിസ്ഥാനിലും മറ്റും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ജനതയെ അടിച്ചമർത്താനാണ് പാകിസ്ഥാനിലെ സർക്കാരുകൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ നടക്കുന്ന അക്രമങ്ങൾക്കെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്നുള്ള ആരോപണവും അവർ നിരന്തരമായി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബലൂചിസ്ഥാനിലെ ജനങ്ങളാകട്ടെ പാകിസ്ഥാൻ ആര് ഭരിച്ചാലും തങ്ങൾക്ക് അവഗണന തന്നെയാണ് നേരിടുന്നത് എന്നും വിദേശ രാജ്യങ്ങളുള്ളവരാണ് ഇവിടുത്തെ ഗുണഫലങ്ങളെല്ലാം അനുഭവിക്കുന്നത് എന്ന ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. നിരന്തരമായി ഇവിടെ നടക്കുന്ന സംഘർഷങ്ങളിൽ ഓരോ വർഷവും 100 കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നത്.